ഒന്ന് മാറിക്കേ. സാറ് പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ പാടണ്ട, ചേട്ടൻ പാടിയാ മതി എന്ന് ഇവിടെ അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ സാറേ, അവൻ പാടണ്ടെന്ന് പറഞ്ഞു സാർ. അല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പാടിയല്ലോ. പാടി കഴിയുമ്പോൾ ചേട്ടൻ നല്ലപോലെ പാടി. അപ്പൊ ചേട്ടനെ സെലക്ട് ചെയ്തു. അപ്പൊ ഇനി അനിയനെ ഇനി അടുത്ത ഓഡീഷനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട അവനിപ്പോ. നമുക്ക് ഒരാൾ മതിയല്ലോ, ഒരാളെ അല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ആണോ? ആ പക്ഷേ ആ അവര് പറയുന്നത് പാട്ട് പാടി ഇപ്പം എന്നെ അവർ സെലക്ട് ചെയ്യുന്നാ പറയുന്നത്. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നത്. അതിന് അപ്പം സുഭാഷ് മനസ്സിലായില്ല. ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിത്തരാവോ? അയ്യോ, നിങ്ങളുടെ സ്റ്റേജാ? അതിന് നീ ഇട്ടേക്കുന്ന സ്റ്റേജാണോടാ ഇത്? എന്റെ തനി കോണം വെളിയിലെടുപ്പിക്കാൻ ഹലോ 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 നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. അറിയാൻ വയ്യാത്തോണ്ടാണ്. നിനക്ക് ശകലമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് പാടാൻ പറഞ്ഞപ്പോ നിനക്കൊന്ന് പാടാതിരുന്നൂടായിരുന്നാടാ. എടാ, അങ്ങനെ പറഞ്ഞ നീ അല്ലേടാ എന്നെ നിർബന്ധിച്ച് പാടാ. നിനക്ക് ശകലമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ തെറ്റിച്ച് പാടണമായിരുന്നടാ. എടാ, അവന്റെ ഒരു സ്വസ്തി എന്റെ സ്വസ്ഥതയാണ് പോയത്. എടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആരാ ജഡ്ജി എന്നുള്ളതല്ല. നിങ്ങളുടെ വീട്ടുവഴക്ക് തീർക്കണമെങ്കിൽ അവിടെ പോയി തീർക്കണം. ഞാൻ മ്യൂസിക്കലിന്റെ ജഡ്ജിയാണ്, അല്ലാതെ കോടതി ജഡ്ജിയല്ല. മനസ്സിലാക്കണം. എടാ, നിന്നെ ആരാടാ ജഡ്ജി? നിനക്ക് മനസ്സാക്ഷി? നീ മിണ്ടരുത്. നീ എന്തൊക്കെയാണ് എന്നോട് സുഭാഷ് സംഗതി? എന്റെ സംഗതി കൊള്ളാം. എന്റെ ശബ്ദം ഒഴുകി വരുന്ന എന്തൊരു പാട്ടാണ്. നീ എന്തൊക്കെയാണ് എന്നെ വെച്ച്? ഇതെല്ലാം ഞാൻ പറഞ്ഞു. നിന്റെ വായിക്കകത്ത് സംഗീതമൊക്കെ ഒഴുകി. പക്ഷെ അതിനേക്കായി നല്ലതായിരുന്നു നിന്റെ ചേട്ടന്റെ വായിൽ നിന്ന് ഒഴുകിയ സംഗീതം. മനസ്സിലായോ? നീ ഒരു ചേട്ടനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത്? അയാളെ കഷ്ടപ്പെട്ട് കരിങ്കല്ല് ചുമന്നോ ഉണ്ടാക്കിയ തടിയില്ലേടാ നിന്റേത്? ആര് കരിങ്കല്ല് ചുമന്നു? അയാൾ ആരാടാ പാറപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നത്? എടാ, ആരാടാ പാറപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നേന്ന്? നീ ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? ഇവൻ ഒറ്റ കാര്യം അറിയത്തുള്ളൂ. എന്തുവാ? ഇവന്റെ വയറും ഇവന്റെ വായും. പിന്നെ നീ? ഞാൻ കഷ്ടപ്പെട്ട് പോയി പാറ പൊട്ടിക്കാൻ അതിനൊക്കെ പോയിട്ട് ഇവനെയാണ് തീറ്റിച്ചോണ്ടിരുന്നത്. പിന്നെ നീ അങ്ങനെ അല്ലല്ലോടാ പറഞ്ഞത്. എന്റെ ചേട്ടൻ എന്നെ തോളെ വെച്ച് കൊണ്ടുപോയി നെഞ്ചത്ത് കിടത്ത് പാട്ട് പഠിപ്പിച്ചു, തീറ്റിച്ചു, പാറ പൊട്ടിച്ചോണ്ട് തിന്നാൻ തന്നൊക്കെ നീ പറഞ്ഞത്. അതിങ്ങനെ ഒരു റിയാലിറ്റി ഷോ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ സെന്റിമെന്റ്സ് പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇവൻ വൃത്തികെട്ട പരിപാടി കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞ. പക്ഷേ എല്ലാ അച്ഛൻ മേളിയിരുന്ന് കാണുന്നു. അച്ഛൻ സ്റ്റേജിന്റെ മേളിൽ കയറിയാണ് ഇരിക്കുന്നത്. സ്റ്റേജിന്റെ മേളിലല്ല, സ്വർഗത്തിരുന്ന് അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ മയില് ഇങ്ങനെ മൂടിയിട്ടേക്കാണ് മയിലേ. ഒരു കാര്യം ഞാൻ പറയാം. നീ മിണ്ടല്ല, ഞാൻ വരട്ടടാ. എടാ, ഞാൻ വരട്ടടാ. സുഭാഷേ, നീ മിണ്ടരുത്. മിണ്ടരുത്. ഞാൻ സംസാരിക്കട്ടാ. എടാ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഇപ്പൊ ഇവനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നല്ല. ഞാൻ പറഞ്ഞല്ലേ എന്റെ അച്ഛൻ രാവിലെ അമ്പലക്കുളത്തിൽ സാധകം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അച്ഛനെ തട്ടിയത് ഇവനാണോ എന്ന് എനിക്ക് സംശയം. എന്താണ് സുഭാഷ് പറഞ്ഞത്? എന്താ തോന്നുന്നത് നീ പറഞ്ഞത്? എടാ, എനിക്ക് അന്നേ സംശയമുള്ള കാര്യമാ. പക്ഷെ ഞാൻ അന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടതാ. ഇപ്പൊ ചെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലും 10 കൊല്ലം അകത്ത് കിടക്കും. സുഭാഷേ, എടാ, എനിക്കൊരു അവസരം കിട്ടിയപ്പോ അത് നീ നശിപ്പിക്കാൻ വേണ്ടി നീ കള്ളക്കേസ് കൊടുത്ത് എന്നെ അകത്താക്കൂലടാ. സുഭാഷേ, കളിക്കല്ലേ മോനെ? കളിക്കും. എന്റെ കളിക്കരുത് സുഭാഷേ. അവനെ ഇങ്ങോട്ട് വിട്. അടിക്കരുത്. അവൻ എന്നെ കൊടുക്കരുത്. എന്നെ കൊടുക്കരുത്. അവനെ വിടടാ. വിടല്ലേ, എന്നെ വിടല്ലേ, വിടല്ലേ. അയ്യോ.
വാടകയ്ക്കെടുത്തേക്കുന്ന കോട്ടെ പിടിക്കരുത്. വാടകയ്ക്കെടുത്ത കോട്ട് ഇട്ടോണ്ട് നടക്കാൻ നീ ആര് കോട്ടുമുക്രിയടാ? നിങ്ങൾക്ക് കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ലടാ ഇത്. പിന്നെ നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ലടാ. മിണ്ടി പോകരുത് രണ്ടെണ്ണം ഇവിടെ. ഇവിടെ ആരും പാടുമെന്ന് ഞാൻ തീരുമാനിക്കടാ. ഇതിന് തീരുമാനം ഞാൻ ഉണ്ടാക്കും. നീ മിണ്ടരുത്, നീയും മിണ്ടരുത്. എടാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പാടറാ. ആരാ ജയിക്കുന്നതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടാ. എനിക്ക് അതിന്റെ അപ്പുറത്തെ കാര്യം ചക്കാല ഗോവിന്ദമാരോട് തൽക്കാലം ഞാനേയുള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാനേയുള്ളൂ. അത് നിന്റെ വെറും തോന്നലാണ്. തത്തജം തകതജം തത്തജം തത്ത തിച്ചജം തിരിച്ചജം തുച്ചജം തുച്ച തകി തകിത തകി തകിത തകി തകിത തക 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 ത. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ഈ പച്ചൻ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ഈ പച്ചൻ. മരം വെട്ടുകാരനാരുന്നെന്റെ അപ്പൻ, അയ്യോ മരം വെട്ടുകാരനാരുന്നെന്റെ അപ്പൻ. തക 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 തങ്കമ്മ. അത് എന്റെ അമ്മ, എന്റെ പൊന്നമ്മ. അത് നമ്മുടെ അമ്മ. ശരിയാ നീ കേട്ടത് ശരിയാ, ശരിയാ നീ കേട്ടത് ശരിയാ. കാടിളക്കി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ. എന്നാ ഇത് നീ പിടിച്ചോടാ. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഷാബുസാമി, ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഷാബുസാമി. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഷാബുസാമി. നൃത്തമൊക്കെ ചെയ്യാറുണ്ട് ഷാബുസാമി, നൃത്തമൊക്കെ ചെയ്യാറുണ്ട് ഷാബുസാമി. എത്ര മനോഹരങ്ങളായ ദിനങ്ങളായിരുന്നത്, എത്ര മനോഹരങ്ങളായ ദിനങ്ങളായിരുന്നത്. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഷാബുസാമി, എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഷാബുസാമി. നമ്മുടെ ഷാബുസാമി, 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 നമ്മുടെ ഷാബുസാമി. ഇടുക്കം 16 പിന്നെ 17 പിന്നെ എന്തു സാറേ ഇനിയിപ്പോ എന്ത് തുടങ്ങാം? നമുക്ക് ഷൂട്ടിന് തുടങ്ങും. ഷൂട്ടിംഗ് എന്ന് തുടങ്ങും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 മാസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഇപ്പൊ ഭജനക്ക് നല്ല മാർക്കറ്റാണ്. സാറാണെ നന്നായിട്ട് കൊട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഭജന പരിപാടി അങ്ങ് തുടങ്ങിയാലോ? നമുക്കൊരു കാര്യം ചെയ്താലോ? കൊച്ചിൻ പതിനിസ എന്ന് പറയുന്ന ഒരു ഭജന സമിതി അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ പിന്നെ അതാ കളി. ക്ഷേത്രത്തിൽ വരാറുണ്ട് ഷാബുസാമി, ക്ഷേത്രത്തിൽ വരാറുണ്ട് ഷാബുസാമി, എന്റെ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഷാബുസാമി.